സീതയുടെ കാര്യത്തിൽ മോൻ എന്താ തോന്നുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞാ അവള് സന്തോഷായിട്ടിരിക്കില്ലേ? പാവം, ഇപ്പൊ തന്നെ വൈകിയല്ലേ. ഇതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. മോൻ വല്ലതും കഴിച്ചിരുന്നോ? ഇല്ലമ്മേ, വീട്ടിൽ പോയിട്ട് കഴിക്കാൻ. വീട്ടിൽ പോയി ഒറ്റയ്ക്കാവില്ലേ? അവിടെ പോയി ഇനി എന്താ ഉണ്ടാക്കുക? ഞാൻ വേണമെങ്കിൽ മോന് ചോറ് പൊതിഞ്ഞു തരട്ടെ? വേണ്ടമ്മേ, കുഴപ്പമില്ല. അവിടെ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഇറങ്ങട്ടെ. നിനക്കും മടിയാണല്ലേ ആ സീതയെ പോലെ. ശ്രദ്ധിച്ചു പോണേ. ശരി അമ്മേ, ഞാൻ എന്നാ പോട്ടെ. ബൈ. ഒരു വിധത്തില് സീതയ്ക്കും മോനൊക്കെ ഒരേ പ്രായമല്ലേ? ഈ പ്രായത്തിൽ ഒരാൾക്ക് മറ്റൊരാൾ തുണ വേണ്ടേ? സീതയുടെ കാര്യത്തിൽ മോൻ എന്താ തോന്നുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞാ അവള് സന്തോഷായിട്ടിരിക്കില്ലേ? അശോക, ബിസിനസ്സിൽ ഇമോഷൻ മിക്സ് ആവുന്നത് തെറ്റാണെന്നാ വന്ന് ചോദിച്ചേ. മുത്തശ്ശിക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ലെന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നിങ്ങളുടെ പേരക്കുട്ടിയുടെ മനസ്സിൽ പുതിയ പുതിയ ഡൗട്ട്സ് ഉണ്ടാവുന്നുണ്ട്. അവൻ ഉഷാറാവുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം സൂരി. ഡൗട്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതിനെന്തെങ്കിലും പരിഹാരം കൂടി കണ്ടുപിടിക്കണ്ടേ. അവൻ ശ്രീരാമന് സൂര്യപ്രകാശ് ദേശായി അല്ല, കല്ല് പോലത്തെ ഹൃദയത്തില് ഇപ്പഴാ ഒരു കത്തി കുത്തി ഇറങ്ങിയത്. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യേ, അവനെടുത്ത് വീശിക്കോളും. അതെന്താ? അവനെന്താ ദേവസേനയുടെ ബാഹുബലിയാണ്? അവളുടെ മുമ്പിൽ നേരെ പോയി കാര്യം പറഞ്ഞ പോയി. മിണ്ടാതിരി ദേ വന്നു സൂര്യ, അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ? ഞാനാ ചെയ്യിപ്പിച്ചേ. ഓ, നിന്റെ ടേസ്റ്റ് അത്ര പോരാടാ. രാമ, എന്താടാ നീ വല്ലാതിരിക്കുന്നത്? എന്താടാ? എനിക്കെന്താ പ്രശ്നം? എന്താന്ന് വെച്ചാലേ, ഓഫീസിലുള്ളവരെല്ലാം വീട്ടിലേക്ക് വരുന്നുണ്ട്. ലാലേട്ടനെ പോലെ ഒരു മുണ്ടും ചുബയൊക്കെ ഇട്ട് വരുന്നതിന് പകരം ഇത് കണ്ട് നിന്റെ തലയിലായ പോലെയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഏയ്, മറ്റൊരു കാര്യം കൂടെ ഉണ്ട് സൂര്യപ്രകാശ് ദേശായി സാർ. എന്താടാ? ദൈവത്തെ ഓർത്ത് കുളമാക്കി വെക്കരുത്. ഞാൻ ബോസാണ്, അവൻ നോർമൽ എംപ്ലോയി. ഓ, മറന്നുപോയല്ലോടാ. അതൊക്കെ ഇങ്ങനെ മറക്കാവോ? എന്താ മുത്തശ്ശി കൊളവാക്കോ? അങ്ങനെ മറന്നതല്ലടാ, ഓർമ്മ വന്നില്ല. പിന്നെ അവിടെ എന്തോ ചീറ്റിംഗ് നടക്കുന്നു, കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് വല്ലതും കണ്ടുപിടിച്ചോ? കള്ളം കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൂർണ്ണമായിട്ട് വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി എത്ര ദിവസം ആടാ ഈ ആൾമാറാട്ട കളി? അതെല്ലാം നല്ലതിനായിരിക്കും മുത്തശ്ശ. ഞാനിങ്ങനെ ഒരു നോർമൽ എംപ്ലോയി ആയി ഈ കമ്പനിയിൽ ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിതത്തിന്റെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടെന്നെ മുത്തശ്ശ. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ, പീപ്പിൾ ആർ സോ വണ്ടർഫുൾ. എന്താടാ ഇവൻ എന്തൊക്കെ പറയുന്നത്? മുത്താണ് സൂര്യയും മുത്ത്. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. പാരായണം നടക്കട്ടെ. പ്രൈവറ്റ് ജെറ്റിൽ കയറി AC റൂമിൽ നിന്ന് AC റൂമിലേക്ക് പോകുന്നതാണ് ലൈഫെന്ന് ഞാൻ കരുതി. മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പല ജീവിതങ്ങളും കാണാതെ ഞാൻ എത്ര വർഷങ്ങളെ കളഞ്ഞേ. പക്ഷെ ഇപ്പോഴുള്ള ഈ ലൈഫ്, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ആ ഇന്നസെന്റ് സ്മൈൽ, സിൻസിയറായി എക്സ്പ്രസ് ചെയ്യുന്ന ആ പെയിൻ, ആ പ്യുവർ ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കണമെന്ന ദൈവ തീരുമാനം കൊണ്ടാണ് ഞാനൊരു നോർമൽ എംപ്ലോയി ആയത്. സത്യം പറയുകയാണെങ്കിൽ ബോസ് ആയിട്ടിരിക്കുന്നത് ഒരു ശാപമാണെന്ന് തോന്നുന്നു. എനിക്കല്ല, നിനക്ക്. ഇതെന്താടാ ഇവൻ ബുദ്ധനെ പോലെ സംസാരിക്കുന്നേ? ഡോണ്ട് വറി സൂരി, ബുദ്ധൻ യശോദയെ വിട്ട് പോയേക്കാം, പക്ഷെ ഈ രാമൻ സീതയെ വിട്ട് പോവില്ലെന്ന് ഈ അശോക പറയുന്നത്. ഇതെന്താ രണ്ടുപേരും കൂടെ അണങ്ങിരുന്നേ? വാവ്,
പുതിയ വീടും പഴയ വീടും രണ്ടും കാണാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ നമ്മളാണല്ലേ. രണ്ട് വീടും പോയി കണ്ടതിന് നിനക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടുമോ? ഇല്ലല്ലോ. ഇതിനൊക്കെ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നേ? നിനക്കെന്താ ഇതിലൊന്നും സന്തോഷം ഇല്ലാത്തെ? ബോസ് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. വന്നില്ലെങ്കിൽ അവര് പറഞ്ഞതിന് ഞാൻ റെസ്പെക്ട് കൊടുത്തില്ലാന്നാവില്ലേ? നീ ഇതെന്താ നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന പോലെ പറയുന്നേ? അതെ, ഇത് ജോലി തന്നെയല്ലേ. ഏയ് അവിടെ നിക്ക്, ഞാൻ ആദ്യം പോണ്ടത്. നിങ്ങളൊക്കെ എന്റെ പുറകെ വന്നാ മതി. എന്താ നീ എന്താ ഞങ്ങളുടെ ലീഡറാ? ഈ വീട്ടിലെ മെമ്പറാ. വാ. പ്രിയ, നീ എന്തിനാ ഇങ്ങനെ വലിച്ചോണ്ട് പോന്നേ? ഏയ് നീ ഇങ്ങോട്ടൊന്നും വാ. ഇന്ന് നമ്മളെ ഒരു പരിപാടിക്ക് വിളിച്ചതല്ലേ. ഇന്നൊരു സ്പെഷ്യൽ ഡേയാ. നീ ഇതൊരു ജോലിയായിട്ടൊന്നും കാണല്ലേ. കുറച്ചെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കെ. പ്രിയ, നമ്മളൊക്കെ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ ഒരു മര്യാദ കാണിക്കുന്നതല്ലേ ശരി? ആ മോളെ, എനിക്കതൊക്കെ അറിയാം. എന്ന് കരുതി ശോകമായിട്ടിരിക്കണമെന്നുണ്ടോ? നീ ഇങ്ങോട്ട് വന്നേ. ഹലോ സാർ. ഹലോ. ID കാർഡ് കാണിച്ചിട്ട് വേണം അകത്തോട്ട് പോവാൻ. സാർ ഇവിടെയും ചെക്ക് ചെയ്യണോ സാർ? ഞാൻ എവിടെയാണെങ്കിലും സ്ട്രിക്റ്റ് ഓഫീസറാ. ID കാർഡ് കാണിച്ചിട്ട് അകത്തോട്ട് കയറിയാൽ മതി എല്ലാരും. ശരണ്ടി, ID കാർഡിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തിലുള്ളവരാണെന്ന് മുത്തശ്ശൻ പറയാറ്. എന്താ വീട്ടുകാരോട് നിങ്ങളുടെ ID കാർഡ് എവിടെയും ചോദിക്കോ? ഇല്ലല്ലോ. വരൂ, പ്ലീസ് കം. താങ്ക് യു സാർ. ശരണ്ടി, നിങ്ങൾ അകത്തേക്ക് വാ. വരൂ. വരൂ വരൂ, പ്ലീസ് കം. ഹായ് സീത, താങ്ക്സ് ഫോർ കമ്മിങ്. താൻ വരുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ തന്നെ പ്രിയോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. ഞാൻ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നതൊന്നും അല്ല. നീ ഫോഴ്സ് ചെയ്തെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിളിച്ചതിൽ സന്തോഷം സർ. ഓഫീസിലുള്ളവരെ വീട്ടുകാരായി കാണുന്ന ഒരു ബോസ് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. താങ്ക് യു സോ മച്ച് സർ. ആഹാ, ചേച്ചിയുടെ ടോണൊക്കെ അങ്ങ് മാറിയല്ലോ. വരൂ, അകത്തേക്ക് വരൂ. സീത പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ബോസിനെ കിട്ടുന്നത് ശരിക്കും ഭാഗ്യം തന്നെ. താങ്ക് യു സർ. വീട്ടിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തതിന്. ദ പ്ലഷർ ഈസ് മൈൻ. വരൂ. ഹായ് ഹായ് ഗൈസ്. ഹൈറാം, നീ ആകെ തിളങ്ങിയല്ലോ. നിന്റെ വീട് പോലെ എല്ലായിടത്തും കയറി ഇറങ്ങുന്നുണ്ടല്ലോ. ബോസിന്റെ വെട്ടി പിടിച്ച് പിടിച്ച് ഇപ്പൊ ഇവന് ഇവിടുത്തെ ആളായി മാറി. ഹായ്. ഹായ് സീത. ഹായ് റാം, ഇത് നല്ല രസമുണ്ടല്ലോ. താങ്ക്സ്. ഈ ട്രഡീഷണൽ ഡ്രസ്സൊന്നും തനിക്ക് സ്യൂട്ട് ആവില്ലെന്നാ ഞാൻ വിചാരിച്ചേ. അതെന്താ? നിന്റെ നടത്തം കണ്ട അങ്ങനെ തോന്നും. പക്ഷേ മുണ്ട് നിനക്ക് ചേരുന്നുണ്ട് കേട്ടോ. താങ്ക്സ്. ഇരുന്നോളൂ. നിൽക്ക്. യെസ് ക്യാപ്റ്റൻ ഭാർഗു. ഈ ഹാളില് നീ എന്താ കാണുന്നത്? കാണുന്നുണ്ടല്ലോ, കിലുകിലുകിലാന്നും പറഞ്ഞ വർണ്ണശബലമായ ഒരു സ്റ്റേഡിയം.
പുതിയ പ്ലേയേഴ്സിനെ പോലെ ഉത്സാഹകുതികളായ ഓഫീസിലെ എംപ്ലോയീസ്. അവരുടെ കളി, ചിരി, സന്തോഷം. കൂടിയൊരിത്തിരി കോപം, ക്രോധം, ദേഷ്യം എല്ലാം കാണുന്നുണ്ട് ഭാർഗവ്. നിന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയല്ല കാണാം. ഞാൻ അറിയാതെ ഈ മാച്ച് കാണാൻ വേണ്ടി വന്നതാ. എന്നെ അങ്ങ് വിട്ടേക്ക് ഭാർഗവ്. അതിനെങ്ങനെയാ? ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ തുടക്കത്തിൽ തന്നെ കയറി സെഞ്ചുറി അടിച്ചിട്ടും ബാക്കിയുള്ളവരെല്ലാവരുടെ ഒക്കെ പോയില്ലേ. ക്യാപ്റ്റൻ വരെ എന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാ? വിശ്വ ഹലോ മാം. അതൊന്നും തുടരുത്. ഇവൾക്ക് ഇതെന്താ? ഇവളുടെ വീട് പോലെയാണല്ലോ നടക്കുന്നത്. അവളുടെ ഒരു ജാട. സീത, എന്നെയും ബോസിനെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തു തരൂ. എനിക്ക് പറ്റില്ല. റാം, എന്റെ ബോസിന്റെയും കൂടെ ഒരു ഫോട്ടോ എടുത്തു തരൂ പ്ലീസ്. ഓക്കെ. റാം, ഫോട്ടോ എടുക്കുമായിരുന്നോ? ഇങ്ങതാ, ഞാൻ എടുത്തു തരാം. നീ എല്ലാവരോടും സംസാരിച്ചിരിക്കും. അത് കുഴപ്പമില്ല. താ ഇങ്ങോട്ട്. തന്റെ ഫോട്ടോ ആണോ? എല്ലാരും ഒന്ന് മാറി നിൽക്കോ, ഞങ്ങളുടെ രണ്ടാളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചെറിയമ്മ, എന്റെ നിക്ക് അശോകെ അവിടെ. പാവം, ആ കുട്ടി അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ലേ. ഒരു 2 ഫോട്ടോയും കൂടെ കൂടുതൽ എടുക്കുന്നേ. സർ പ്ലീസ്, ഞങ്ങളുടെ ഫോട്ടോ. എടുത്തോ. എന്താ റാം, അശോക് അത്രയ്ക്ക് ഫേമസ് ആണോ? എല്ലാവരും അവന്റെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. എന്റെ ചെറിയ ഒന്നും അല്ല. നിങ്ങളൊന്ന് ഓഫീസിൽ വന്ന് നോക്ക്. അവന്റെ റേഞ്ച് വേറെ ലെവലാണെന്നേ. ഫുൾ പവർ. സീത, നീയും കൂടെ വാ. വേണം. ചെല്ലേ. റെഡി? നമ്മുടെ ഓഫീസിലുള്ള എല്ലാരും വന്നിട്ടുണ്ടല്ലോ. നീ പോയി സംസാരിക്കുന്നില്ലടാ ഏട്ടാ. നോക്കനിയാ, ഞാനിവിടെ വെറും സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ മാത്രമാണ്. പക്ഷേ അവിടെ 2 മെയിൻ പ്ലേയേഴ്സിനെ കണ്ടോ? പക്ഷെ അവർ എപ്പോഴാ റൺ ഔട്ട് ആകുക എന്നുള്ള ടെൻഷന്റെ ചെറിയൊരു കിക്ക് എനിക്കുണ്ട്. ചുമ്മാ മാച്ച് കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്നാ മതി. നീ ഇപ്പൊ കൂടെ സംസാരിച്ച് എന്നെ പോലെ ആയിട്ടുണ്ടോ?
ഒന്നൂടെ സ്മൈൽ. അല്ല, നിങ്ങളുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞോ? അച്ഛൻ അവിടെ കാത്തിരിക്കുക. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങണ്ടേ? നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ വാ. വരൂ. ഇതാ പിടിച്ചോ. താങ്ക് യു. എടാ ചേട്ടോ, ഞാനും നീ ഒന്നിച്ച് മാച്ച് സ്ക്രിപ്റ്റഡ് ആക്കാൻ നോക്കുന്നുണ്ടോന്നൊരു പേടി നമ്മുടെ ക്യാപ്റ്റനുണ്ടല്ലേ? അത് തന്നെ. പ്രിയ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവരുടെ വീട്ടിലുള്ളവർ എന്താ കരുതുക? നീ ഒരു ഫോട്ടോ എടുത്തോണ്ടാ ഈ എല്ലാരും ചെന്ന് ഫോട്ടോ എടുത്തത്. എടി, ഞാൻ വിചാരിച്ചോ അവരുടെ ചെറിയമ്മ വന്ന് എനിക്ക് ഫോട്ടോ എടുത്തു തരൂന്ന്. എല്ലാത്തിനും കാരണം റാമ. പക്ഷേ അവരുടെ ചെറിയമ്മ എത്ര ക്യൂട്ടാണല്ലേ. വലിയൊരു വീട്ടിലെ മരുമകളായിട്ടും അതിന്റെ ജാടയോ അഹങ്കാരോ ഒന്നും അവർക്കില്ലാലേ. ആ ശരി, വാ പോവാം. ഒന്നിങ്ങോട്ട് വാ മുത്തശ്ശ. ആകാശത്തൊട്ടിൽ ഉണ്ടാക്കാനും വന്നില്ല. എന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ആകാശത്തൊട്ടില് കാണാനെങ്കിലും ഒന്ന് വാ. മോളെ, നീ പോയി കളിച്ചോട്ടോ. ഈ മുത്തച്ഛനെ ഒരു കാര്യത്തിനും പറ്റില്ല. മുത്തശ്ശ, ഞാൻ അങ്ങനെ പറഞ്ഞതിന് വിഷമമായെങ്കി സോറി. ഒരു വിഷമമില്ല മോളെ, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശ, നിങ്ങള് ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് വിഷമാവില്ലേ? നിങ്ങള് മുമ്പത്തെ പോലെ തന്നെ ആവണം. ശരി, ആകാശത്തൊട്ടില് വേണ്ട. എനിക്കൊരു കഥ പറഞ്ഞു തരോ പ്ലീസ്? പ്ലീസ്. ഞാൻ പറയട്ടെ? മോനെ, സുഖാണോ മോനെ? അമ്മേ, സുഖമായിട്ടിരിക്കുന്നു. അമ്മേ, ഇതാ. ഓ, എന്തിനാ മോനെ വരുമ്പോഴൊക്കെ ഓരോന്ന് കൊണ്ടുവരുന്നത്? അമ്മേ, എനിക്ക് വേറെ ആരാ ഉള്ളതെന്ന് പറ. അച്ഛനും അമ്മയും പോലെ കരുതുന്ന നിങ്ങളല്ലേ ഉള്ളൂ. എന്നാലും നീ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എന്തെങ്കിലും. അച്ഛാ, ദയവ് ചെയ്ത് വേണ്ടെന്ന് പറയരുത്. വേണ്ടെന്ന് പറഞ്ഞതിനെ പുറത്തുള്ള ഒരാളെ പോലെ കാണരുത്. അമ്മേ, ഇത് വാങ്ങമ്മേ. നീ ഞങ്ങളുടെ മകനെ പോലെയാ മോനെ. നീ അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സിഗിമോളെ തിരിച്ചു കിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് മുതൽ മുത്തശ്ശൻ എന്റെ കൂടെ കളിക്കാൻ വരുന്നില്ല. ആഹാ, ഇന്ന് സിഗിയനോട് സംസാരിക്കുന്നുണ്ടല്ലോ. മോനിപ്പോ ഞങ്ങളുടെ ഫ്രണ്ടല്ലേ, അതുകൊണ്ടാ അവള് നിന്നോട് സംസാരിക്കുന്നത് അല്ലേ മോളെ? മുത്തശ്ശി, ഞാൻ കളിക്കാൻ പോവാണേ. അന്ന് കുട്ടിയെ കാണാതായ ശേഷം മുത്തശ്ശന്റെ മനസ്സ് തകർന്നു പോയി മോനെ. മര്യാദയ്ക്ക് സംസാരിക്കുന്നു പോലുമില്ല. എന്താ അച്ഛാ, ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവാണോ? അതിനവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. പ്രശ്നമാകുമായിരുന്നല്ലോ എന്നുള്ള പേടിയാ മോനെ. അതും ഞാൻ കാരണം. അച്ഛാ, ആദ്യം ആ തലയിൽ നിന്ന ചിന്ത ഒന്ന് ഒഴിവാക്ക്. നിങ്ങളുടെ നല്ല മനസ്സിന് അരുതാത്തതൊന്നും സംഭവിക്കില്ല. റിട്ടയർഡ് ലൈഫിൽ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം. അച്ഛാ, അന്ന് സംഭവിച്ചതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല. നോക്ക്, കുട്ടി ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. മനസ്സിലായോ? നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് കാണുന്നത് എനിക്കൊരു ഉത്സവം പോലെയാ. ഇത് ഞാൻ വെറുതെ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. മനസ്സ് നിറഞ്ഞു തന്നെയാ പറയുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തെ പോലെ തന്നെയാ.
അപ്പോ നീയും മുത്തശ്ശന്റെ കൂടെ സ്റ്റേജിലേക്ക് ചെല്ല്.